ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് രസപ്പൊടിയൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമുക്കൊരു 5-10 മിനിറ്റ് മതി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കി എടുക്കാനും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. അപ്പോൾ ഇതാ കടുക് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വറ്റൽമുളകിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആയിട്ട് പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കളർ ഒന്നിങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ നിറച്ചിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ പൊടിച്ചതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ ചാച്ചെടുത്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്നങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 അത്യാവശ്യം വലിപ്പമുള്ള 4 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് അതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു കപ്പോളം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ കലക്കിയിട്ട് അങ്ങ് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നമുക്ക് എത്രത്തോളം ലൂസായിട്ട് രസം നിൽക്കണം അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വല്ലാണ്ടങ്ങ് ലൂസാക്കി എടുക്കുന്നില്ല, എന്നാലും ഒരു മീഡിയം ലൂസിൽ തന്നെ കേട്ടോ ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി നല്ല വെള്ളം പോലെ വേണ്ടവർക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിൻ്റെ ആ തക്കാളിയുടെ ഒരു പച്ചച്ചുവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോവണം. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒന്നും കൂടെ കുറച്ച് ടൈം കൂടെ ഒന്നും കൂടെ അതുപോലെ തന്നെ തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഇങ്ങനെ ഒന്ന് വെള്ളം ഒന്നിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിലാക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലേ ഈ ഒരു ലൂസോട് കൂടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ അടുത്ത് കണ്ട് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ച ടൈമിൽ നമ്മൾ ആ ഒരു കായ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ലാസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെ ആയാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് കറി അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.